മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പറയാൻ ആവശ്യമുള്ള പ്രധാനപ്പെട്ട 3 പോയിൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്താണ്. ഞാനിനി ഇത് വായിക്കുന്നൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ചോളൂ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായിട്ടുണ്ടാവണം. ഞാനിനി ഈ വീഡിയോയിൽ നേരെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ചർച്ച ചെയ്യാൻ പോകണം. ഇത് ഈ ബോർഡിൽ ചെറിയൊരു കുസൃതി കാണിച്ചാൽ മതി, അപ്പം മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ വന്നോളും. അപ്പോൾ ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പേ ഞാൻ ആദ്യം ഇവിടെ തിയററ്റിക്കലി ഞാനങ്ങ് പറയും, ചിലപ്പോൾ അവിടെ തന്നെ അങ്ങ് മനസ്സിലാവും. ഇനി അഥവാ മനസ്സിലായില്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോബ്ലം ചെയ്തുകൊണ്ടും ഞാനത് മനസ്സിലാക്കി തരും. അതായത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്തിട്ട് അതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് കാണുകയെന്ന് ഞാനൊരു പ്രോബ്ലം ചെയ്തിട്ട് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ അത് പക്കാ മനസ്സിലാക്കിക്കോളും. ആദ്യം മിക്കവാറും ഞാൻ ആദ്യം പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? 2 ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസുകൾക്കിടയിലുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെ എങ്ങനെ ഒരു മെട്രിക്സ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, എന്താ നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വിയും ഡബ്ല്യൂയും രണ്ടും ഫൈനൈറ്റ് ഡയമെൻഷനിലാട്ടോ. നമ്മൾ 2 ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസിൻ്റെ ഇടയിലുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ മാത്രമേ നമ്മൾ പരിഗണിക്കുള്ളൂ. അപ്പോൾ ഈ ഡബ്ല്യു ഫൈനൈറ്റ് ഡയമെൻഷനിലാകുമ്പോൾ അതിനും ഒരു ഓർഡേർഡ് ബേസിസ് ഉണ്ടാവുമല്ലോ. അതിപ്പോൾ നമ്മളെങ്ങനെ എടുക്കുക? വിൻ്റേത് ഇതല്ലേ എടുത്തത്. അപ്പോൾ ഡബ്ല്യുവിൻ്റെ നമുക്ക് സി എന്ന് എടുക്കാം. സി ഈക്വൽ ടു W1 എക്സെട്ര WM. ഇതാണ് നമ്മുടെ ഡബ്ല്യുവിൻ്റെ ഓർഡേർഡ് ബേസിസ് ആയിരിക്കുക. അപ്പം വിൻ്റെ ഓർഡേർഡ് ബേസിസ് ഇതല്ലേ. അപ്പോൾ വിൻ്റെ ഡയമെൻഷൻ എത്ര? n അല്ലേ. വി ഈസ് n ഡയമെൻഷണൽ. അതേപോലെ ഡബ്ല്യു m ഡയമെൻഷനിലാണ് അല്ലേ. ഇനി നേരെ ഞാൻ ഈ ട്രാൻസ്ഫോർമേഷൻ ടീൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ പറയട്ടെ. ഇവിടെ ഈ പോയിന്റ് നമ്പർ 1 എന്താ പറയണത്? ഈ ട്രാൻസ്ഫോർമേഷനെ ഈ ടി ഓഫ് ബി റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത് അല്ലേ. ബേസിസ് വെക്ടേഴ്സിൻ്റെ ഇമേജസ് തന്നു കഴിഞ്ഞാൽ ടി ഓഫ് വി 1 എക്സെട്ര ടി ഓഫ് വി എൻ തന്നു കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫോർമേഷനെ മൊത്തം നമുക്ക് മനസ്സിലാവും. കാരണം എന്താ? ബേസിസ് വെക്ടേഴ്സിൻ്റെ ഇമേജസ് തന്നു കഴിഞ്ഞാൽ ബേസിസിൽ വരാത്ത മറ്റ് വെക്ടേഴ്സിൻ്റെയും ഇമേജസ് കാണാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാണ്. സോ ദിസ് ടി ഓഫ് ബി റെപ്രസെൻറ്റ്സ് ദിസ് ട്രാൻസ്ഫോർമേഷൻ. നൈസ്, അതിലൊരു തർക്കമില്ലല്ലോ. ഇനി നിങ്ങൾ ഈ ബോർഡ് നോക്കി പറ, ഈ ട്രാൻസ്ഫോർമേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ ഈ വെക്ടേഴ്സ് തരുന്നതിന് പകരം ടി ഓഫ് വി 1 എക്സെട്ര ടി ഓഫ് വി എൻ തരുന്നതിന് പകരം മറ്റെന്തെങ്കിലും തന്നാൽ മതിയോ? ഒന്ന് പോസിറ്റ് ആലോചിച്ച് നോക്കൂ. ഹിൻഡ് ഞാൻ തരാം. പോയിന്റ് നമ്പർ 2 ആൻഡ് പോയിന്റ് നമ്പർ 3 ആലോചിച്ചോ. യെസ്, പോയിന്റ് നമ്പർ 2 എന്താ പറയുന്നത്? ഈ ടി ഓഫ് വി 1 എക്സെട്ര ടി ഓഫ് വി എൻ എവിടുത്തെ ആ വെക്ടേഴ്സാണ്? ഡബ്ല്യൂയിലെ വെക്ടേഴ്സാണ് അല്ലേ. ടീൻ്റെ ഇമേജസ് അല്ലേ ഇതൊക്കെ. അപ്പം ഡബ്ല്യൂയിലെ വെക്ടേഴ്സാണ്. ഇനി പോയിന്റ് നമ്പർ 2 എന്താ പറഞ്ഞത്? നമുക്കൊരു വെക്ടറും ഒരു ഓർഡേർഡ് ബേസിസും ഒക്കെ തന്നു കഴിഞ്ഞാൽ ആ വെക്ടറിൻ്റെ കോർഡിനേറ്റ് വെക്ടർ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഇതാ ഈ ഡബ്ല്യുവിൻ്റെ ഓർഡേർഡ് ബേസിസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെക്ടേഴ്സിൻ്റെ ഒക്കെ ടി ഓഫ് വി 1 എക്സെട്ര ടി ഓഫ് വി എന്നിൻ്റെ ഒക്കെ കോർഡിനേറ്റ് വെക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇനി കോർഡിനേറ്റ് വെക്ടേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്പർ 3 എന്താ പറഞ്ഞത്? തിരിച്ച് നമുക്ക് ആ വെക്ടേഴ്സും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വെക്ടേഴ്സ് നിങ്ങൾക്ക് തരുന്നതിന് പകരം ഇതിൻ്റെ കോർഡിനേറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പോരെ. ആ കോർഡിനേറ്റ് വെക്ടേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പോയിന്റ് നമ്പർ 3 ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് ഈ വെക്ടേഴ്സ് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ ട്രാൻസ്ഫോർമേഷൻ ഈ ടി ഓഫ് ബി റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ടി ഓഫ് ബി തരുന്നതിന് പകരം എന്തെന്നാൽ മതി? അതിൻ്റെ കോർഡിനേറ്റ് വെക്ടേഴ്സ് തന്നാൽ മതി. കാരണം എന്താ? കോർഡിനേറ്റ് വെക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചിത് ഉണ്ടാക്കാവുന്നതാണ്. സോ ഇപ്പോൾ എനിക്ക് ചുരുക്കി ഇങ്ങനെ പറയാം, ഈ ട്രാൻസ്ഫോർമേഷനെ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കോർഡിനേറ്റ് വെക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കോർഡിനേറ്റ് വെക്ടേഴ്സ് ചുമ്മാ അവിടെ ഒന്ന് മാർക്ക് ചെയ്യട്ടെ. ടി ഓഫ് വി 1ൻ്റെ കോർഡിനേറ്റ് വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? ഈ ടി ഓഫ് വി 1 എന്ന് പറഞ്ഞ വെക്ടറിനെ ഇതിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് ചെയ്താൽ അപ്പോൾ നമുക്കൊരു കോളം വെക്ടർ കിട്ടും അല്ലേ. ആ കോളം വെക്ടറാണ് ഇതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ എന്ന് പറയുക. അതായത് അവിടെ ഇങ്ങനെ ചെറുങ്ങനെ മാർക്ക് ചെയ്യാം അല്ലേ. ഇങ്ങനെ ഒരു കോളം വെക്ടർ കിട്ടും അല്ലേ. ഈ കോളം വെക്ടറിൽ എത്ര എൻട്രീസ് ഉണ്ടാവും? ടി ഓഫ് വി 1 ഇതിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതുമ്പോൾ m കോഎഫിഷ്യൻസ് ഉണ്ടാവും. ആ കോഎഫിഷ്യൻസിനെ നേരെ എങ്ങനെ ചെയ്തല്ലേ ചെയ്യുക? സോ ഇതിൻ്റെ അകത്ത് m എൻട്രീസ് ഉണ്ടാവും. അപ്പോൾ ടി ഓഫ് വി 1ൻ്റെ കോളം വെക്ടർ കോർഡിനേറ്റ് വെക്ടർ കിട്ടി. അങ്ങനെ എക്സെട്ര ഇവിടുത്തെ ഓരോന്നിനും ഇങ്ങനെ കോർഡിനേറ്റ് വെക്ടർ അക്കോർഡിംഗ് ടു ദിസ് ബേസിസ് കാണാൻ പറ്റും. അങ്ങനെ അവസാനം ടി ഓഫ് വി എന്നിൻ്റെ കോർഡിനേറ്റ് വെക്ടർ കാണാം. ടി ഓഫ് വി എന്നിനെ ഇതിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് ചെയ്താൽ അപ്പോൾ വരുന്ന കോഎഫിഷ്യൻസ് അതേ ഓർഡറിൽ ഇങ്ങനെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ ടി ഓഫ് വി എന്നിൻ്റെ കോർഡിനേറ്റ് വെക്ടറും കിട്ടും. അപ്പോൾ ഈ ഓരോ കോർഡിനേറ്റ് വെക്ടറിലും ഇതൊക്കെ ഒരു കോളം വെക്ടർ അല്ലേ, ഇതൊക്കെ ഒരു കോളാണ്. അപ്പോൾ ഈ ഓരോ കോർഡിനേറ്റ് വെക്ടറിലും m എൻട്രീസ് ഉണ്ടാവും. അങ്ങനത്തെ എത്ര കോളംസ് കിട്ടും? ടി ഓഫ് വി 1 കറസ്പോണ്ടിങ് ആയിട്ട് ഒന്ന് എക്സെട്ര ടി ഓഫ് വി എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്ന്, അങ്ങനെ n കോളംസ് നമ്മുടെ കയ്യിൽ കിട്ടും. ഓരോ കോളത്തിലും m ബേസ് ഉണ്ട്. അപ്പം ഈ ടി ഓഫ് വി 1 എക്സെട്ര ടി ഓഫ് വി എൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ടി തന്നതിന് തുല്യമാണ്. ഇനി ഇത് തരുന്നതിന് പകരം അതിൻ്റെ കോർഡിനേറ്റ് വെക്ടേഴ്സ് തന്നാൽ മതി. അപ്പം ദിസ് കോർഡിനേറ്റ് വെക്ടേഴ്സ് റെപ്രസെൻറ്റ്സ് ദിസ് ട്രാൻസ്ഫോർമേഷൻ. റെഡിയാണല്ലോ? നൈസ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ഈ കോളം വെക്ടേഴ്സിന് കോളംസിനൊക്കെ ഉപയോഗിച്ചിട്ട് എനിക്കൊരു മെട്രിക്സ് ഉണ്ടായിക്കൂടെ? എങ്ങനെ? ഇതാ
ഒരു മെട്രിക്സ് ഉണ്ട്. ഈ മെട്രിക്സിലെ ഫസ്റ്റ് കോളായിട്ട് ഈ ടി ഓഫ് വി വണ്ണിൻ്റെ കോർഡിനേറ്റ് ഇവിടെ വെക്കുക, ഫസ്റ്റ് കോളം. രണ്ടാമത്തെ കോളായിട്ടോ ടി ഓഫ് വി ടുവിൻ്റെ കോർഡിനേറ്റ് വെക്ടർ എടുക്കുക. അങ്ങനെ എക്സെട്രാ ലാസ്റ്റത്തെ കോളായിട്ട് ടി ഓഫ് വി എന്നിൻ്റെ കോർഡിനേറ്റ് വെക്ടർ എടുക്കുക. അങ്ങനെ ഈ കോളംസ് ഒക്കെ കൂട്ടി വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഒരു മെട്രിക്സ് ഉണ്ടാക്കാം. ആ മെട്രിക്സിൻ്റെ ഓർഡർ എന്തൊക്കെയെന്ന് പറയാൻ പറ്റുമോ? ആ മെട്രിക്സിൽ എത്ര കോളംസ് ഉണ്ടാവും? 1, 2 അങ്ങനെ എക്സെട്രാ n കോളംസ് ഉണ്ടാവും. എത്ര റോസ് ഉണ്ടാവും അല്ലേ? ഇതിനകത്ത് ഓരോന്നും m എൻട്രീസ്, അപ്പോൾ m റോസും ഉണ്ടാവും. സോ ദിസ് ഈസ് എൻ m/n മെട്രിക്സ്. ഈ m/n മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് കോളല്ലേ ഈ ടി ഓഫ് വി വണ്ണിൻ്റെ കോർഡിനേറ്റ് വെക്ടർ, അതിൻ്റെ സെക്കൻഡ് കോളല്ലേ ഈ ടി ഓഫ് വി ടുവിൻ്റെ കോർഡിനേറ്റ് വെക്ടർ, എക്സെട്രാ അതിൻ്റെ ലാസ്റ്റ് കോളല്ലേ ഈ ടി ഓഫ് വി എന്നിൻ്റെ കോർഡിനേറ്റ് വെക്ടർ. അപ്പം ഈ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കോർഡിനേറ്റ് വെക്ടേഴ്സ് ഒക്കെ കിട്ടും. ഈ കോർഡിനേറ്റ് വെക്ടേഴ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ടി ഓഫ് ബി കിട്ടും. ഈ ടി ഓഫ് ബി ടീനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് മെട്രിക്സ് റെപ്രസെൻറ്റ്സ് ദിസ് ട്രാൻസ്ഫോർമേഷൻ. ഇതാണ് ഈ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതൊരു പ്രോബ്ലം ചെയ്തിട്ട് മനസ്സിലാക്കാം. ഇവിടെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ അകത്ത് ഈ വരുന്ന ഫസ്റ്റ് കോൾ എങ്ങനെയാണ്? ടി ഓഫ് വി വണ്ണിൻ്റെ, അതായത് വി വണ്ണിൻ്റെ ഇമേജായ ടി ഓഫ് വി വണ്ണിൻ്റെ ഇവിടുത്തെ കോർഡിനേറ്റ് വെക്ടറാണ് അല്ലേ, അക്കോർഡിംഗ് ടു ദിസ് സി. അപ്പോൾ ഇവിടെ ചുമ്മാ ടി ഓഫ് വി വൺ എഴുതിയൊക്കെ. ടി ഓഫ് വി വൺ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ ടി ഓഫ് വി വൺ അല്ല, ടി ഓഫ് വി വണ്ണിൻ്റെ കോർഡിനേറ്റ് വെക്ടർ അവിടെ എഴുതുക. അതാണ് ഫസ്റ്റ് കോളം ഈ മെട്രിക്സിലെ. അടുത്ത കോളത്തിലോ ടി ഓഫ് വി ടുവിൻ്റെ കോർഡിനേറ്റ് വെക്ടർ, അങ്ങനെ എക്സെട്രാ ലാസ്റ്റ് കോളത്തിൽ ടി ഓഫ് വി എന്നിൻ്റെ കോർഡിനേറ്റ് വെക്ടർ. ഓർത്തൊക്കെയാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെട്രിക്സ് എങ്ങനെ ഉണ്ടാക്കുക? നമ്മൾ ഓർഡർഡ് ബേസിസ് എടുക്കുക വി വൺ, എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് എലിമെൻറ്റ് വി വൺ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഇമേജിൻ്റെ കോർഡിനേറ്റ് വെക്ടർ ഇത്, അതാണ് ഫസ്റ്റ് കോളം. രണ്ടാമത്തെ കോളോ ബേസിസിലെ രണ്ടാമത്തെ എലിമെൻറ്റിൻ്റെ ഇമേജിൻ്റെ കോർഡിനേറ്റ് വെക്ടർ. അങ്ങനെ അവസാനത്തെ കോളോ ബേസിസിലെ അവസാനത്തെ വെക്ടറിൻ്റെ ഇമേജിൻ്റെ കോർഡിനേറ്റ് വെക്ടർ. അങ്ങനെ ഈ കോർഡിനേറ്റ് വെക്ടേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കുന്ന മെട്രിക്സ് ആണ് ഈ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോർമേഷൻ കിട്ടുന്നു ഞാനിപ്പോൾ പറഞ്ഞു. ഇനി ഞാൻ ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നില്ല, കുഴപ്പമില്ല, ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും. ഇവിടെ P2R P3 ആറിലേക്കുള്ളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. ടി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ്. ഇതെങ്ങനെ കിട്ടുക? ഔട്ട്പുട്ട് കിട്ടുക, നമ്മൾ ഇവിടുന്ന് ഒരു പോളിനോമിയൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു ദാറ്റ് പോളിനോമിയൽ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് പോളിനോമിയൽ. അങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. ഇനി P2R ഒരു ഓർഡർഡ് ബേസിസ് ഇവിടെ തന്നിട്ടുണ്ട്, P3R ഒരു ഓർഡർഡ് ബേസിസ് ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഫൈൻഡ് ദ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബി ആൻഡ് സി. കണ്ടോളൂ, ഞാൻ ഇവിടെ തുടങ്ങാം. ആദ്യം നമ്മളെന്താ വേണ്ടത്? ഈ ബേസിസിലെ വെക്ടേഴ്സിൻ്റെയൊക്കെ ഇമേജസ് കാണണം. ബേസിസ് വെക്ടേഴ്സിൻ്റെ ഇമേജസ്, ദാറ്റ് ഇസ് ടി ഓഫ് ബി കാണണം. അതല്ല നമ്മളെ ഫസ്റ്റ് പരിപാടി. നമുക്ക് കാണാം. ഇവിടെ ഞാൻ ഈ ബേസിസ് വെക്ടേഴ്സിൻ്റെ ഇമേജസ് ഓരോന്നായിട്ട് കണ്ടിട്ടുണ്ട്. ഒന്നുമില്ല, ഈ വെക്ടേഴ്സിനെ ഈ പോളിനോമിയൽസിന് ടിയിൽ ഇൻപുട്ട് ചെയ്യുക, അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട്സ് ഇവിടെ കമ്പ്യൂട്ട് ചെയ്തു. ഓക്കെ, അവസാനം നമ്മുടെ കയ്യിൽ ടി ഓഫ് ബി ഉണ്ട്, ബേസിസ് വെക്ടേഴ്സിൻ്റെ ഇമേജസ് അല്ലേ. അപ്പോൾ നേരത്തെ തിയറി പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുകയാണെങ്കിൽ ശരിക്കും ഈ ട്രാൻസ്ഫോർമേഷനെ ഈ ടി ഓഫ് ബി റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ബേസിസ് വെക്ടേഴ്സിൻ്റെ ഇമേജസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വെക്ടേഴ്സിൻ്റെ ഇമേജസ് ഒക്കെ നമുക്ക് കാണാവുന്നേ ഉള്ളൂ. സോ ദിസ് ടി ഓഫ് ബി ആക്ച്വലി ഈ ട്രാൻസ്ഫോർമേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അതല്ല നോക്കുന്നത്, ഈ ട്രാൻസ്ഫോർമേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ ഇമേജസിൻ്റെ, ഈ ടി ഓഫ് ബിയിലെ അതായത് ബേസിസ് വെക്ടേഴ്സിൻ്റെ ഇമേജസിൻ്റെ കോർഡിനേറ്റ് വെക്ടേഴ്സ് കാണും. ഈ സ്പേസിലെ കോർഡിനേറ്റ് വെക്ടേഴ്സ് കാണും. കണ്ടോളൂ ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ഓരോ ഇമേജസിൻ്റെയും കോർഡിനേറ്റ് വെക്ടേഴ്സ് ടി ഓഫ് ബിയിലെ ഓരോ വെക്ടേഴ്സിനെയും എടുത്ത് അതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ കണ്ടാണ് അക്കോർഡിംഗ് ടു ദിസ് സി അല്ലേ. ആദ്യം എക്സ് എടുത്തു, എക്സിനെ ഈ സീൻ്റെ കോമ്പിനേഷനാക്കിയിട്ട് എഴുതി. അപ്പോൾ വരുന്ന കോഎഫിഷ്യൻസ് അതേ ഓർഡറിലെടുത്തു. അതാണ് നമ്മുടെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം വരിക. പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് 1 എടുത്തു, അതിനെ ഇതിൻ്റെ കോമ്പിനേഷനാക്കി എഴുതി. അപ്പോൾ വരുന്ന കോഎഫിഷ്യൻസിനെ അതേ ഓർഡറിലെടുത്തു. അപ്പോൾ നമുക്ക് മെട്രിക്സിൻ്റെ സെക്കൻഡ് കോളം കിട്ടി. എസ് ക്യൂ പ്ലസ് 2x ഇങ്ങനെ എഴുതി. അപ്പോൾ വരുന്ന കോഎഫിഷ്യൻസിനെ അതേ ഓർഡറിലെടുത്തു. അപ്പോൾ നമുക്ക് തേർഡ് കോളം കിട്ടി. അപ്പോൾ ഇതെങ്ങനെയാണ് കാണുന്നത്? ഇതൊന്ന് ചുരുക്കി പറഞ്ഞ് ഇങ്ങനെ പറയാം, ഒന്ന് ഷോർട്ടായി പറഞ്ഞു കഴിഞ്ഞാൽ ബേസിസ് വെക്ടേഴ്സിൻ്റെ ഇമേജസിൻ്റെ കോർഡിനേറ്റ് വെക്ടേഴ്സ് ആണ് ശരിക്കും നമ്മളെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ തരിക അല്ലേ. ബേസിസ് വെക്ടേഴ്സിൻ്റെ ഇമേജസിൻ്റെ കോർഡിനേറ്റ് വെക്ടേഴ്സ് വെച്ചിട്ടല്ലേ നമ്മളിതിൻ്റെ മെട്രിക്സ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കണം. ഇനി ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കുമ്പം ഈ ഓർഡേർഡ് ബേസിസുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. വിത്ത് റെസ്പെക്ട് ടു ദിസ് ബി ആൻഡ് സി ആണ് ഈ മെട്രിക്സ് വരിക. ഇനി ഇതേ സ്പേസിൽ തന്നെ ഇതേ ട്രാൻസ്ഫോർമേഷൻ, പക്ഷേ ഞാൻ വേറെ 2 ഓർഡേർഡ് ബേസ് തരാം. അതായത് ഇതിൻ്റെ ഓർഡേർഡ് ബേസിസ് മറ്റൊന്നും, ഇതിൻ്റെ ഓർഡേർഡ് ബേസിസ് വേറൊന്നും തരാം. അപ്പം ഈ മെട്രിക്സ് വരിക അതല്ല.
സോ നമ്മൾ ചൂസ് ചെയ്യുന്ന ഓർഡേർഡ് ബേസിസിനെ ഡിപ്പെൻഡ് ചെയ്യും നമുക്ക് വരുന്ന മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ അതുകൂടി ചെയ്യാം. ദേ സ്പേസ് ദേ ട്രാൻസ്ഫോർമേഷൻ ബട്ട് ഡിഫറെൻറ്റ് ഓർഡേർഡ് ബേസിസ്. നമുക്ക് അതും കൂടി ഒന്ന് എഴുതിയിട്ട് അത് സോൾവ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ നിർത്താം. ഇവിടെ ഞാൻ ഓർഡേർഡ് ബേസിസ് മാത്രം മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ദീസ് ഓർഡേർഡ് ബേസിസ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പോലെ ആദ്യം ഈ ബേസിസ് വെക്ടേഴ്സിൻ്റെ ഇമേജസ് കാണും. ടി ഓഫ് ബി ഡാഷ് കാണും. നമുക്ക് കാണാം ബേസിസ് വെക്ടേഴ്സിൻ്റെ ഇമേജസ് അവിടെ കണ്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഈ ഇമേജസിൻ്റെ കോർഡിനേറ്റ് വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഇവിടെ അക്കോർഡിംഗ് ടു സി ഡാഷ് അത് കണ്ടുപിടിച്ചിട്ട് മെട്രിക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇനി കോർഡിനേറ്റ് വെക്ടേഴ്സ് കാണട്ടെ. ഇവിടെ ഞാൻ ഇമേജസിനെയൊക്കെ ഈ സി ഡാഷിൻ്റെ കോമ്പിനേഷനാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ സി ഡാഷിലെ വെക്ടേഴ്സിൻ്റെ കോമ്പിനേഷനാക്കി എഴുതുമ്പോൾ വരുന്ന കോഎഫിഷ്യൻസിന് മാത്രം ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് തരാം. 1ൻ്റെ കോഎഫിഷ്യൻ -1, 1 + x-ൻ്റെ 1 അങ്ങനെ മാർക്ക് ചെയ്തിടാം. ഇതാണ്. പിന്നെ അടുത്തതിൻ്റെതോ അതിങ്ങനെ വന്നിട്ട് ഇവിടെ 0, 0, 0. പിന്നെ ഇതിൻ്റെത് വരുന്നത് ഇതാ ലാസ്റ്റ് -2, 2, 0, 0. ഇനി എന്ത് ചെയ്യണം? ഈ കോഎഫിഷ്യൻസിനെ ബേസിസ് വെക്ടേഴ്സിൻ്റെ കോർഡിനേറ്റ് വെക്ടേഴ്സാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കോഎഫിഷ്യൻസിനെ അതേ ഓർഡറിൽ ഇങ്ങനെ എഴുതിയിട്ട് കോർഡിനേറ്റ് വെക്ടേഴ്സ് കാണുക. എന്നിട്ട് ആ മെട്രിക്സ് അങ്ങനെ എഴുതാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതും കൂടി എഴുതിയിട്ട് വീഡിയോ അവസാനിപ്പിക്കും കേട്ടോ. ഇതാണ് ഈ ഓർഡേർഡ് ബേസിസ് പ്രകാരം നമ്മുടെ ടീൻ്റെ മെട്രിക്സ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വൃത്തിക്ക് ചെയ്ത് ശരിയാക്കുക. ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ സംഭവം ഐഡിയ കിട്ടിയതാണ് ഞാൻ വിചാരിക്കുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിച്ചാൽ മതി. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇപ്പോൾ നിങ്ങൾ ലീനിയർ ആൾജിബ്ര ഡണ്ടായിട്ടൊക്കെ നോക്കുമ്പം ഈ മെട്രിക്സ് റെപ്രസെൻറ്റേഷന് ഒരു സിമ്പലൊക്കെ ഉപയോഗിക്കുന്നത് M(t) എന്നൊക്കെ കാണും. ഈ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സിൻ്റെ അർത്ഥത്തിൽ ഇത് പല ടെക്സ്റ്റും പല രീതിയിലാണ്. പിന്നെ ചില ടെക്സ്റ്റിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഓർഡേർഡ് ബേസിസും എഴുതും. അപ്പോൾ എന്താ പറയുക, മെട്രിക്സിൻ്റെ താഴെ ഈ ഓർഡേർഡ് ബേസിസ് ചെയ്തും മുകളിൽ ഈ ഓർഡേർഡ് ബേസിസ് ചെയ്തും, അതായത് ഡൊമൈൻ്റെ ബേസിസ് താഴെ കോഡൊമൈൻ്റെ ബേസിസ് മുകളിൽ അങ്ങനെ എഴുതും. കാരണം ആ ബേസിസിന് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അപ്പം ലീനിയർ ആൾജിബ്ര ഡണ്ടറൈറ്റിൽ അത് പറയുന്നുണ്ട്. കാരണം ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ കോമ ഇട്ടിട്ട് ഇവിടെ ആദ്യം ഈ ബേസിസ് ചെയ്താൽ മറ്റൊരു ഈ ബേസിസ് ചെയ്താൽ, പക്ഷേ അതൊന്നും സാധാരണ നമ്മൾ എഴുതൂല. കാരണം ആ ബുക്കിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ ബേസിസൊക്കെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണെങ്കിൽ. കാരണം ഈ പ്രോബ്ലം ഇങ്ങനെ എഴുതുമ്പം ഇവിടുന്ന് നമുക്കറിയാമല്ലോ അതാണ് ബേസിസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചിട്ട് ഒരു മോഷൻ സിമ്പൽ ആക്കട്ടല്ലോ വിചാരിച്ചിട്ട് നമ്മളിത് മാത്രമേ എഴുതുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ പല ടെക്സ്റ്റും പല സിമ്പലൊക്കെയാണ്. ഞാൻ ചിലപ്പോൾ അങ്ങനെ ഒന്നും എപ്പോഴും ഉപയോഗിക്കില്ല. ഈ മെട്രിക്സ് അങ്ങ് എഴുതിയുള്ളൂ കേട്ടോ. സോ ഡൗട്ടൊക്കെ ഉണ്ടായി ചോദിക്കുക. അടുത്ത വീഡിയോ കാണാം.